കോട്ടയം എർസ്ലേം മാർത്തോമ സൺഡേ സ്കൂൾ അവതരിപ്പിക്കുന്നു പുതുപുത്തൻ നാടകം മാനസാന്തരം. അഭിനയിക്കുന്നവർ കുടുംബനാഥൻ അനിത, കുടുംബനാഥ ജാസ്മിൻ, വികാരി അച്ഛൻ പ്രഫീൻ, അമ്മച്ചി ജീന, കടിഞ്ഞൂൽ പുത്രൻ അഹാൻ, മൂത്ത മകൾ അൻസ, ഇളയ മകൾ സോനി, അയൽക്കാരി ടിൻഡു. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദൃച്ഛികമാണ്. ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭങ്ങളുമായോ സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ്. എടിയേ എടിയേ ഒരു ചായ. എന്താ മനുഷ്യ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നത്? പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രവും വായിച്ച് ചായയും കുടിച്ച് ഇങ്ങനെ ഇരുന്നോ? ഇന്നേതാ ദിവസമെന്ന് വല്ല ഓർമ്മയുമുണ്ടോ? എന്ത് ചോദ്യമായത്? നിന്റെ ബർത്ത്ഡേ ഞാൻ മറക്കൂ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും ഓർമ്മയില്ല അല്ലേ? എന്റെ മനുഷ്യ, ഇന്നല്ലേ അച്ഛൻ നമ്മുടെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? വല്ല പിരിവിനുമാണോടി? അതൊന്നുമല്ല, നമ്മളെ ആരെയും പള്ളിയിലോട്ട് കാണാഞ്ഞിട്ട് തിരക്കി വരികയാ. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരവധി ദിവസം കിട്ടിയത് അങ്ങനെ പോയല്ലോ. അങ്ങോട്ട് ചെന്നില്ലേ, ഇങ്ങോട്ട് വരികയോ? ദൈവദോഷം പറയരുതേ, നമ്മളെ തിരക്കാൻ അച്ഛനെങ്കിലും വരുന്നുണ്ടല്ലോ. ആ, അതെന്തു ആകട്ടെ. എടി, നമ്മുടെ സന്താനങ്ങളൊന്നും എഴുന്നേറ്റില്ലേ? മിക്കവാറും അച്ഛൻ വന്നിട്ട് പോയാലും അവരൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ല. അതെങ്ങനെയാ? രാത്രി 2-3 മണി വരെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിപ്പല്ലേ. സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാർ ഇന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ ഇരുന്ന് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ മറ്റുള്ളവരെ കൂടി എഴുന്നേൽപ്പിക്ക്. ഇന്ന് നമ്മളെ കാണാൻ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും പോയി വേഗം മുറിയൊക്കെ വൃത്തിയാക്കിക്കേ. എടിയേ, എടി, നമ്മുടെ ബൈബിൾ എവിടെയാ? അതോ, അത് അത് അതെടുത്തിട്ട് കുറെ നാളായി. തപ്പണം. എല്ലാവരോടുമായി ഞാൻ പറയുകയാ, വേഗം ബൈബിള് തപ്പിയെടുക്ക, അല്ലെങ്കിൽ അച്ഛൻ വരുമ്പം നാണക്കേടാ. എടി, നീ ആ ശാന്തമ്മയുടെ വീട്ടിൽ പോയി ബൈബിൾ വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തമാന്റിയുടെ വീട്ടിൽ പോണേ? തൊട്ടപ്പുറത്ത് മേരിയാന്റിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചാ പോരെ? അതോ, അതെ, കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ചയെ ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ അവളുമായി വഴക്കിട്ടു. അന്ന് പുറത്ത് പറയാൻ കൊള്ളാത്ത ഭാഷ ഞാൻ അവളെ വിളിച്ചത്. അതുകൊണ്ട് നീ വേഗം പോയി ശാന്തമ്മയുടെ അവിടുന്ന് ബൈബിൾ മേടിച്ചോണ്ട് വാ. എന്താ ഇവിടെ ഒരു ബൈബിള് പോലും ഇല്ലേ? കഷ്ടമായി പോയി. ഒരു ബൈബിള് വാങ്ങി വെക്കണം കേട്ടോ. ഓ, നിന്റെ ഉപദേശത്തിന് നന്ദി. അച്ഛൻ വന്നെന്നാ തോന്നുന്നത്. ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. ആ, എല്ലാവർക്കും സുഖമല്ലേ? അതെ അച്ഛാ, സുഖം തന്നെ. ഇവിടെ ഒരാളുടെ കുറവുണ്ടല്ലോ. മക്കളെ, വല്യമ്മച്ചി എന്തിയേ? മോളെ, നീ പോയി വല്യമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുവാ. അച്ഛൻ ഇരുന്നാട്ടെ. അല്ലേ, ആരാ ഇത്? അച്ഛനോ? അതേ അമ്മച്ചി, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതല്ലേ.
വല്യമ്മച്ചിക്ക് സുഖമാണോ? എന്തു സുഖം, അങ്ങനെ അങ്ങ് പോണച്ചോ. ആട്ടെ തോമാച്ച, പള്ളിയിലോട്ട് കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഒന്നും പറയണ്ട എൻ്റെ അച്ഛാ. ആകെപ്പാടെ അവധിയുള്ള ഒരു ദിവസം ഞായറാഴ്ചയാണ്. അന്ന് പള്ളിയിൽ പോയാൽ പിന്നെ ദിവസം പോക്കാ. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്ന് കുർബാന കൈക്കൊള്ളണമെന്ന് അറിയില്ലേ? യേശു നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന ബോധം നിങ്ങൾക്ക് വേണം. എടാ മോനെ, നിന്റെ പേരെന്താ? ജോമോൻ. ജോമോനെ, നിന്നെ പള്ളിയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. അച്ചോ, അതോ ലാസ്റ്റ് എന്നാ പള്ളി ഫുഡ് ഉണ്ടായിരുന്നത്? ആ, ഓണത്തിനല്ലേ, അന്ന് ഞാൻ വന്നിരുന്ന അച്ഛ. ഓണത്തിന് വരാൻ നീ ആര്? മാവേലിയോ? മോളെ, നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ലോ അച്ചോ. രാവിലെ ട്യൂഷൻ, വൈകിട്ട് ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, ഇതിനിടയ്ക്ക് സമയം ഒട്ടും ഇല്ലാഞ്ഞിട്ടാച്ചോ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതിനിടയിൽ ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും സൺഡേ സ്കൂളും മാത്രമാ അല്ലേ? നിന്റെ കാര്യമോ? അച്ഛാ, ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാഞ്ഞിട്ടാ. വരാറുണ്ട്. എങ്കിൽ ഇനി മുതൽ ഒരു കാര്യം ചെയ്യും. അടുത്ത ആഴ്ച മുതൽ ആരാധനയ്ക്ക് വരുമ്പോൾ മുമ്പിൽ വന്നിരിക്കണം. മക്കളെ, ഈ കുർബാനയ്ക്ക് സൺഡേ സ്കൂളിനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതൊന്നും നിങ്ങൾ മറക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക അച്ഛ. ഞാൻ പറഞ്ഞ ഇവർക്ക് ഒരനുസരണയുമില്ല. ആട്ടെ, അതിന് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരാറുണ്ടോ? ഇല്ലച്ച, സൗകര്യമൊത്ത് വരുമ്പോഴൊക്കെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥന എങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് വന്നാൽ ഇതിനൊന്നും സമയമില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. ട്യൂഷൻ ഇല്ലാതെ അവനെ എവിടെയും എത്തിക്കാനും പറ്റത്തില്ല. ട്യൂഷൻ മാത്രമല്ല അച്ഛാ, എൻട്രൻസ് കോച്ചിങ്ങും കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂള്. എന്റെ ദൈവമേ, ഇതിലും നല്ലത് ഉഗാണ്ടയാണല്ലോ. ആ, എന്നാൽ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ ജോമോനെ, നീ വേദപുസ്തകത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ബൈബിളും വായിക്കണോ? എന്നാൽ അന്വേഷിച്ച് ഇനി കഷ്ടപ്പെടേണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമുക്ക് നോമ്പ് കാലമാണല്ലോ. നോമ്പ് കാലമോ? ഇത് മഴക്കാലമല്ലേ അച്ഛ? മിണ്ടാതിരിയടാ. മിണ്ടാതിരിക്കാൻ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സൺഡേ സ്കൂളിലും പള്ളിയിലും വിടാതെ ട്യൂഷന് മാത്രം വിട്ടാൽ ഇവര് ഇതൊക്കെ എങ്ങനെ അറിയും? ഇനി മുതൽ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ എല്ലാവരും മുടങ്ങാതെ പള്ളിയിലും കുട്ടികൾ സൺഡേ സ്കൂളിലും വരണം. കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമുക്ക് പറ്റണം. നമ്മളെല്ലാം കുട്ടികളുടെ പഠിത്തം എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുകയാണല്ലോ. എന്നാൽ പഠിപ്പ് മാത്രം പോരാ. ചെറുപ്പത്തിലെ അവരിൽ ദൈവബോധവും സന്മാർഗ ചിന്തകളും ഉണ്ടാക്കി കൊടുക്കണം. അതിന് പള്ളിയിലും സൺഡേ സ്കൂളിലും പോയേ തീരൂ. ഇന്ന് പഠിപ്പുള്ള എത്ര കുട്ടികളാണെന്ന് അറിയാമോ ലഹരി മരുന്നുകൾക്ക് അടിമകളായി പോകുന്നത്? ചെറുപ്പത്തിലെ കുട്ടികളെ ദൈവഭക്തിയിലും സന്മാർഗ ബോധത്തിലും വളർത്തിയാൽ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അവർ നിരാശരാകുകയില്ല. ദൈവത്തോടടുത്ത് വരുവാനും ദൈവത്തിൽ ആശ്രയിച്ച് ആശ്വാസം കണ്ടെത്തുവാനും അവർക്ക് സാധിക്കും. മക്കളെ, ദൈവത്തിലോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. മനസ്സിലായോ? പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായി അച്ഛോ, മനസ്സിലായി. ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം. ഞായറാഴ്ച കുർബാനയും സൺഡേ സ്കൂളും ഞങ്ങൾ മുടക്കത്തില്ല. കുടുംബ പ്രാർത്ഥനയും ഞങ്ങൾ മുടക്കത്തില്ല അച്ഛാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവരെടുത്ത നല്ല തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ സഹായിക്കണമേ. ആമേൻ.